അമ്മ മാതാവിന്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന തീരാവേദികള് വിട്ടുമാറാൻ വേണ്ടി അമ്മ മാതാവിന്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ജോലിയില്ലാത്തവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, ജീവിതം മടുത്തവര്, തീർന്നവര്, എല്ലാ വാതിലും അടഞ്ഞു പോയവര് തുറക്കപ്പെടാൻ വേണ്ടി, ഉടമ്പടി എടുത്ത മുഴുവനും ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ ചൊരിയാൻ വേണ്ടി എല്ലാ അടഞ്ഞുപോയ വാതിലുകളും, എല്ലാ തരത്തിലുള്ള തടസ്സങ്ങള്, ജോലിക്കുള്ള തടസ്സങ്ങള്, വിസയ്ക്കുള്ള തടസ്സങ്ങള്, പഠനത്തിനുള്ള തടസ്സങ്ങള്, സാമ്പത്തിക വരുമാന തടസ്സങ്ങള്, ആധ്യാത്മിക മുന്നേറ്റ തടസ്സങ്ങള്, രോഗത്തിന്റെ എല്ലാവിധ ആവശ്യകതകളും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ അമ്മ മാതാവിന്റെ മാധ്യസ്ഥത്തില് സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നു. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. മക്കളെ, ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, കർത്താവേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രതിരോധ്യമായ അങ്ങ് പോലും നിഷേധിക്കാതിരുന്ന, നിഷേധിക്കാമായിരുന്നിട്ടും അമ്മയുടെ വാക്ക് മാനിച്ച അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരം വെച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ മേലും ദൈവികമായ ലഭിക്കട്ടെ. ദൈവനാമത്തിൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന. വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ മക്കളെ, വീണ്ടും വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവര്, ഭാഗോടമ്പടി നടക്കാത്തവര്, പല പല മരുന്ന് കഴിച്ചിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോലും രോഗം വിട്ടുമാറാത്തവര്, എല്ലാ തരത്തിലും ഒന്ന് ഈടറവായി പോയി ഒരു അനക്കവുമില്ലാതെ, ഒരു ഫയലിന് ഒരു അനക്കമില്ലാതിരിക്കുന്നവരെ, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കും, ആരോട് പറയും, ഒന്നും അറിയാൻ പാടില്ലാതെ മാനസികമായും മരയിപ്പ് വന്നു പോയവരുടെ മേലെല്ലാം മാതാവിന്റെ മധ്യസ്ഥത്തിൽ ദൈവിക കൃപയുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. മാരകരോഗങ്ങൾ, തീരാവേദനകൾ, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അന്വേഷണം മൗനമായി പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് മൗനമായി പ്രാർത്ഥിക്കുക.
അച്ഛൻ എന്തെങ്കിലും കാര്യം ഒന്നും വിട്ടു പോയിട്ടില്ല. ജനറലായിട്ടാണ് എല്ലാ വിഷയവും ഈശോയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് പറയാം. ഓൺലൈനിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ച് ഇപ്പോഴാണ് നിങ്ങളിത് തുറക്കുന്നതെങ്കിലും നിങ്ങൾ തുറന്ന് ഈ ആരാധനയിൽ അമ്മയോട് ചേർന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിച്ച് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് ദൈവത്തെ സ്നേഹിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് ദൈവത്തെ സ്നേഹിക്കാം. പക്ഷെ ഉടമ്പടിയിൽ വരുമ്പോഴേ എന്താ പ്രശ്നം? നമ്മൾ തനി കർത്താവ് പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്ത് ആ വാക്കുകൾ തന്നെ എടുത്തിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? കർത്താവ് ഒന്ന് ദൈവം മഹത്വപ്പെടുന്നു, രണ്ടാമത് എന്താണ്? അനേകരുടെ ജീവിതത്തിൽ നിന്ന് പാപം ഒഴിഞ്ഞു പോകുന്നു, നിങ്ങൾ മൂലം അനേകരെ വിശുദ്ധീകരിക്കുന്നു. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമായി മാറുന്നു. നിങ്ങൾ കർത്താവിൻ്റെ പ്രേക്ഷിതയായി മാറുന്നു, നിങ്ങൾ നിത്യത കൊയ്യുന്നു. അതായത് വൈ വി ആർ ഫോളോയിങ് മേരി, അമ്മയെ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യണത്? ഒരു കാരണം എന്തെങ്കിലും. അതായത് അമ്മയ്ക്കൊരിക്കലും അനുദപിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചൊരു സംഭവമാണ്. അമ്മയുടെ വിജയം അതാണ്. അമ്മയ്ക്ക് എല്ലാ അപ്പോസ്തലന്മാർക്കും അനുദപിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലേ? പത്രോസ് അനുദപിച്ചു, തോമാശ്ലീഹ അനുദപിച്ചു, പൗലോസ് അനുദപിച്ചു. പക്ഷെ അമ്മ അനുദപിച്ചിട്ടില്ല. അമ്മയ്ക്ക് അനുദപിക്കേണ്ട ഒരു ആവശ്യം അമ്മ ഉണ്ടാക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മാത്യു 26:75. ശ്രുതികട ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വാക്യം എന്താണ്? കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. വകുപ്പുണ്ടാക്കി കരയാൻ. അതായത് ഏറ്റവും ടോപ്പായിട്ട് പാറ പോലെ ഉറച്ചു നിന്ന പത്രോസിന് പോലും അവസാനം സ്വന്തം പാപത്തെ ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു അവസരമാണ്. നിൻ്റെ കരുത്തെന്ന് പറയണത് പാപത്തെ ഓർത്ത് കരയാത്ത അവസ്ഥകളുടെ എണ്ണം കൂടുതലാണ്. ഒരു ആത്മീയ കരുത്തെന്ന് പറഞ്ഞതാണ്. ഒരു വ്യക്തിക്ക് നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ആത്മീയമായിട്ട് കരുത്ത് പ്രാപിക്കുകയല്ലേ. അപ്പോൾ ആത്മീയമായ കരുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അനുതാപം ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുതിക്കുന്നതാണ് ആത്മീയ കരുത്ത്. ഇപ്പോൾ സെൻറ്റ് തോമസിൻ്റെ അവസ്ഥ എന്താ? സെൻറ്റ് തോമസും ഇതുപോലെ അവസാനം പട്ടാക്കി പറഞ്ഞാണ് പിരിയണത്. എന്താ? അതായത് 20-28 യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികട്ടെ. യോഹന്നാൻ 20:28. തോമസ് പറഞ്ഞു എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്പൊ 20-27 വായിച്ചേ. അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പൊ കക്ഷിക്ക് എന്നാ പറ്റിയത്? ഏതോ ഒരു സമയം അവിശ്വാസിയായിപ്പോയി. ഏതോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവിശ്വാസിയായിപ്പോയി. അതുകൊണ്ടാണ് അനുതാപത്തോടെ എൻ്റെ കർത്താവേ, സത്യം പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കണത്. പക്ഷെ അനുതാപത്തിൻ്റെ ഒരു അവസരമാണത്. ഈ അനുതാപത്തിൻ്റെ ഒരു അവസരം ഉണ്ടാകുന്നത് ആത്മീയമായിട്ട് ഒരു കരുത്ത് കുറവാണ്. അമ്മയുടെ കരുത്ത് അതാണ്. ഇപ്പം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എടുത്താലും അത് തന്നെ 7:24 സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദുർഭഗനായ മനുഷ്യനാണെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ദുർഭഗത ഏറ്റുപറയുന്ന ഭഗവാൻ. 7:24 റോമ. ശ്രുതികട്ടെ ഹല്ലേലൂയ.
റോമ 7:24. റോമ 7:24. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഈ ശാരീരികമായ അവശതകളും പരവശ്യങ്ങളും എല്ലാം അതിൽ നിന്നുണ്ടാകുന്ന വീഴ്ചയും ഉയർച്ചയും എല്ലാം കൊണ്ട് ആള് പട്ടാങ്ങി പറയണ ഒരു സമയമാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ഇങ്ങനെ ഒരു ഡയലോഗ് അമ്മയുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കത്തില്ല. അതാണ് കരുത്തെന്ന് പറയുന്നത്, ആത്മീയ കരുത്തെന്ന് പറയണത്. മരിയൻ ഉടമ്പടി എടുക്കുന്നവർ ഓരോ സമയം ചെല്ലുന്തോറും ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളെ അപ്പോൾ നിങ്ങൾക്ക് ആത്മീയമായ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്തുണ്ടായിക്കൊണ്ടിരിക്കും. പിടികിട്ടിയ ആത്മീയ കരുത്ത് പ്രാപിക്കണമെന്ന് നമ്മൾ എല്ലാവരോടും പറയും. എന്താണ് ആത്മീയ കരുത്ത്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കും. കാര്യം അമ്മയ്ക്ക് അനുതാപത്തിൻ്റെ ഒത്തിരി അവസരങ്ങളുണ്ടായി. പക്ഷെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ ഇടിവെട്ട് രീതിയാണ്. ഞാൻ എന്താണ് ഇവിടെ വിട്ടുപോകാത്ത നിൽക്കണമെന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ലൂക്കാസ് വിഷയം 2:5 എടുത്തേ. ലൂക്കാസ് വിഷയം 2:5. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. 2:5 പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. എന്താ പ്രശ്നം? ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്താൽ മതി. കാര്യം ഇപ്പോൾ ക്രിസ്മസ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്ത് എത്ര പ്രശ്നം വേണമെങ്കിലും, അതായത് ഇവിടെ മുഴുവനും നീതി അമ്മയുടെ ഭാഗത്ത് മാത്രമാണ്. ബേസിക്കായിട്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അവർ സ്ത്രീയാണ്. രണ്ടാമത്തെ എന്താണ്? ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സമയമാണ് ഗർഭകാലം. ഗർഭകാലത്തെ പ്രസവകാലം, ഗർഭകാലം അതായത് ഒരു 3 ദിവസം കൂടിയേ പ്രസവിക്കാനുള്ളൂ. ആ സമയത്താണ് ഈ കനേഷ്മാർ വരണത്, ഷിഫ്റ്റിംഗ് വരണത്. കാര്യം നമ്മളുടെ എന്തിനാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഇത് പറയണത്? ഈ ഗ്രേസ് നമുക്ക് ടാപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു സംഭവം ഷിഫ്റ്റിംഗ് ആണ്. നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നോൺ കംഫർട്ട് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണത് ഒരു ദൈവപ്രവർത്തനമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് നമുക്ക് സുരക്ഷിതമായ ഒരു ഇടത്തിൽ നിന്ന് അരക്ഷിതമായ ഇടത്തിലേക്ക് മൂവ് ചെയ്യണത് വെൻ യു റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ജീസസ് വിൽ ബി എൻഗ്രേസ്ഡ്. നിങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്. ഇത് കണ്ടില്ലേ? ഗർഭിണിയായ ഭാര്യയുമായിട്ട് പോവുകയാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണ്. നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഒത്തിരി നീതികൾ ദൈവത്തിന് ചെയ്യാമാണ്. ഒന്നെങ്കിൽ കനീഷന്മാർ മാറ്റി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ വെക്കാമായിരുന്നു. ഇനി ഇവിടെ പ്രസവം വരെ രാത്രി മനുഷ്യന്മാരില്ലാത്ത സമയത്താണ് വെക്കണത്. സമയത്തിൻ്റെ കാര്യത്തിലും ദാക്ഷിണ്യം കാണിക്കണില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയന്മാർ രാത്രിയല്ലേ വരണത്. ഇപ്പോൾ രാത്രി ഇടയന്മാർ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഇതൊരു കണ്ണും പകലും ഉള്ളപ്പോൾ വല്ല 4 മണിക്കോ വല്ലതൊക്കെയാണ് ഇവിടെ പ്രസവം വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് വന്ന് ശുശ്രൂഷിക്കാം. ആർക്കും ശുശ്രൂഷിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരെല്ലാം ഉറങ്ങി സ്വന്തം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരിൽ നിന്നൊക്കെ മാറ്റി
ഇവരോട് മാക്സിമം ക്രൂരതയാണ് ചെയ്യണത്. ഈ ക്രൂരത ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോലും ഔസേപ്പിതാവിനോടോ ദൈവത്തോടോ ഇവർ മിണ്ടത്തില്ല. കാര്യം എന്താണെന്ന് അറിയാം, അങ്ങനെ മിണ്ടിയിരുന്നെങ്കിൽ ഇവർക്ക് അനുദപിക്കേണ്ടി വന്നേനും. ദാറ്റ്സ് മൈ പോയിന്റ്. എൻ്റെ പേര് മേരി പുൽവേലി ജോസഫ്, സെൻറ്റ് മേരീസ് എടവക മുതൂർ. ഞാൻ ഇപ്പം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ലാസ്റ്റ് ഇയർ ജർമ്മനിയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഏജൻറ്റ് പറഞ്ഞു ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാൻ വലിയ തുകയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ കാരണം ഞങ്ങളത് പ്രൊസീഡ് ചെയ്തു. ഹസ്ബൻഡിന് ആൾമോസ്റ്റ് 19 lakhs ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാനില്ലായിരുന്നു. എല്ലാം ലൈക്ക് വിറ്റ്, ഞങ്ങൾ ഇൻക്ലൂഡിങ് കാറ് പോലും ഉണ്ടായിരുന്ന കാറ് പോലും വിറ്റിട്ടാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി, ഹസ്ബൻഡ് അവിടെ എത്തി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഡിപ്പെൻഡൻറ്റിന് കൊണ്ടുപോകണമെങ്കിൽ 8 lakh കാണിക്കണമെന്ന്, പിന്നെ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാന്ന്. ഞാൻ എന്നിട്ടും ഞങ്ങൾ ടോട്ടലി തകർന്നു പോയി. ലൈക്ക് ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ന്യൂലി മാരീഡ് ആയിരുന്നു. വിത്തിൻ 6 months ഉള്ളിൽ ഹസ്ബൻഡ് പോയി 1 month എന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും എല്ലാം തിരിഞ്ഞു മറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പൈസയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒന്നും സാധിച്ചില്ല. ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരിലൊരു കോൺവെൻറ്റിൽ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞാനെന്നും ചാപ്പലിൽ പോവും, പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. സിസ്റ്റേഴ്സ് എന്നെ അബ്സോർവ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫീലിങ്സ് അവരെന്നോട് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു നീ കൃപാസനത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കേരളത്തിനെ പറ്റി വലിയ കാര്യമായിട്ട് ഒന്നും അറിയില്ല. ബിക്കോസ് ഞങ്ങൾ സെറ്റിൽഡ് കർണാടകത്തിലാണ്. സത്യം പറഞ്ഞാൽ മലയാളം വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ല. അപ്പം എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പോയിട്ട് കവനൻ്റ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ ഓൺലൈനിൽ ലൈവ് ധ്യാനം ഉണ്ടായിരുന്നു. അത് ഞാനൊരു 1.5 hour കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മീഡിയറ്റ് അതിനെ പറ്റി സെർച്ച് ചെയ്തു. സാക്ഷ്യങ്ങൾ കുറേ കണ്ടു. ഒരാഴ്ച ഞാൻ അതിനെ പറ്റി ഒത്തിരി ഇരുന്ന് മനസ്സിലാക്കി, കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആരോടും പറയാണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്ത് പോകുവാണ്, ഇങ്ങനൊരു ഉടമ്പടി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം സാധിക്കുന്നതാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസത്തോടെ ഞാൻ പോകുവാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് അച്ഛനെ കാണാനൊരു ഭാഗ്യം കിട്ടി. 3 പ്രാവശ്യം എന്നെ പുറത്തേക്ക് വിട്ട് വന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ അച്ഛനെ കണ്ടുപോയി. അച്ഛൻ പറഞ്ഞു ധൈര്യത്തോടെ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഉടമ്പടി നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനതുപോലെ ബാംഗ്ലൂരിൽ ചെന്ന് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഉടമ്പടി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജർമ്മനിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്ന ആൾക്ക് UK പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. UK പ്രോസസ്സിൽ എനിക്ക് സ്റ്റാർട്ടിങ് ചെന്ന ഒരു വിത്തിൻ 2 week ഉള്ളിൽ ഇൻ്റർവ്യൂസ് വരാൻ തുടങ്ങി. ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡായി. ആൾമോസ്റ്റ് 2 to 3 ഇൻ്റർവ്യൂസ് അറ്റൻഡായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്ക് കിട്ടും. എല്ലാം ഞാൻ ഉടമ്പടി എടുത്തു, എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചു, തലേ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിൽ 4 പാട്ടായിരുന്നു. അതിനകത്ത് ഞാൻ സെലക്ട് ആയില്ല. നെക്സ്റ്റ് എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ 2 week ഉള്ളിൽ വീണ്ടും ഇൻ്റർവ്യൂ വന്നു. അതും എനിക്ക് കിട്ടിയില്ല, രജിസ്ട്രേഷൻ ഇല്ലാത്ത കാരണം കിട്ടിയില്ല. 3ാമത്തതും 4ാമത്തതും അങ്ങനെ തന്നെ പോയപ്പോൾ ഞാൻ ടോട്ടലി അപ്സെറ്റ് ആയി. ബിക്കോസ് ഞാൻ ഉടമ്പടി തന്നെ നിർത്തിയാലോ എന്ന് തോന്നി. ബിക്കോസ് ഞാൻ എടുത്തൊരു ഉടമ്പടി തെറ്റായോ, ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റാണോ? ബിക്കോസ് ഇവിടെ മലയാളം പ്യൂർലി എനിക്ക് അറിയില്ല എഴുതാനും വായിക്കാനും. അപ്പം പറഞ്ഞത് എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്സ് ആയിട്ട് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊരു ചിന്തയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞൊരു വേറൊരു ചേച്ചി ഉണ്ടാവുന്ന കർണാടകത്തിൽ. ആ ചേച്ചിയോട് സംസാരിച്ച് ചോദിച്ചപ്പം കുറച്ച് തിരുത്താനുണ്ടായിരുന്നു. തിരുത്തി ഞാൻ വീണ്ടും ആഴമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കൈവിടാണ്ട് വീണ്ടും ഉടമ്പടി ഒരു ദിവസം പോലും ബ്രേക്ക് ചെയ്തില്ല. 5ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ സെപ്റ്റംബർ 8ാം ഉള്ളിൽ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു വ്യവസ്ഥയാക്കി തരണമെന്ന്. ഇത് ജോലിയൊന്നും ആവാത്ത സ്ഥിതിക്ക് ഞാൻ എഡ്യൂക്കേഷനും കൂടി അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഡിഗ്രിയിലും പിന്നെ PG ഡിസ്റ്റിങ്ഷൻ ഉള്ള കാരണം അവർ പറഞ്ഞു അപ്ലൈ ചെയ്യാം, പക്ഷേ PUയിൽ ഇംഗ്ലീഷിൽ മാർക്സ് കുറവുള്ള കാരണം മേ ബി കിട്ടാൻ കുറവാണ്, 99% IELTS ഇല്ലാണ്ട് കിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തെങ്കിലും 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു മിറാക്കൽ എൻ്റെ ജീവിതത്തിൽ നടത്തിയേ പറ്റൂ, അമ്മയുടെ സാക്ഷിയാക്കി തീർത്തേ പറ്റൂ, അല്ലാണ്ട് വേറെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല. ബിക്കോസ് അവിടെ ഇവിടെ നിന്ന് ജീവിക്കാനുള്ളതല്ലല്ലോ ജീവിതം എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഫൈനലി ഞാൻ സെപ്റ്റംബർ 8 മാതാവിനോട് ഞാൻ പറഞ്ഞു, ഈ കൊന്തയും പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഈ സ്വത്തായിട്ട് ഈ കൊന്ത മാത്രമേ ഉള്ളൂ, എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല. ബിക്കോസ് ഈ ഒരു കടത്തിൻ്റെ കാരണം ഹസ്ബൻഡ് തന്നെ വർക്ക് ചെയ്ത്
എവിടെ എത്തില്ല. എല്ലാവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും, വീട്ടിൽ പോകാൻ പറ്റില്ല, എവിടെ ആരുടെ അടുത്തും ഫേസ് ചെയ്യാൻ പറ്റില്ല, റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ എല്ലാവരും ഞങ്ങൾ അകറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇടവകയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓപ്ഷൻ, എന്തെങ്കിലും ഒരു മാർഗം കാണിക്കാണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. വിത്തിൻ 8th ഞാൻ പ്രാർത്ഥിച്ചു. 9th എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. 11th ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബിക്കോസ് അന്ന് ഞാൻ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, എൻ്റെ മെറിറ്റും കൊണ്ട് ഒന്നും സാധിച്ചില്ല. 4 ഇൻ്റർവ്യൂ എന്നെ കൊണ്ട് ഒന്നും സാധിക്കാത്ത കാരണം 4 ഇൻ്റർവ്യൂ പോയി. 5ാമത്തെ ഇൻ്റർവ്യൂ മാതാവിന് വേണ്ടി വിട്ടേക്കുവാണ്. മാതാവിൻ്റെ കൃപയാൽ എനിക്ക് തരാൻ പറ്റുമെങ്കിൽ മാത്രം തന്നാൽ മതി, ഇല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ കൂടി എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരുക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് 11th എന്നെ ഇൻ്റർവ്യൂ അറ്റൻഡായി. ഈവനിങ് എനിക്ക് ഓഫർ ലെറ്റർ ജസ്റ്റ് സാമ്പിളായിട്ട് അയച്ചു തന്നു. നെക്സ്റ്റ് ഡേ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. വിത്തിൻ എ വീക്കിൽ COS അയച്ചു തന്നു അവർ. അത് കഴിഞ്ഞിട്ട് 28th ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് മിറാക്കൽ എന്ന് പറയുമ്പോൾ വിത്തിൻ 4 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് വിസ കയ്യിൽ വന്നു. 3 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് വിസ പ്രൊസീഡ് ആയെന്ന് പറഞ്ഞ് വന്നു. 4ാമത്തെ ദിവസം എൻ്റെ കയ്യിൽ വിസ അടിച്ച് കിട്ടി. ഇവൻ ഞങ്ങളുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത ഏജൻസി പോലും ഷോക്ക് ആയിരിക്കുമെന്ന്. ബിക്കോസ് 15 ഡേയ്സ് ആകും വിസ കൈ കിട്ടും, ഇല്ലെങ്കിൽ 7 ഡേയ്സ് ആകുമെന്ന് പറഞ്ഞു. പക്ഷേ വിത്തിൻ 4 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു മിറാക്കൽ പോലെ എൻ്റെ കയ്യിൽ വിസ കിട്ടി. അതിന് വേണ്ട അമൗണ്ട് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പോകാൻ വേണ്ടിയിട്ട്, ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ഞങ്ങൾ ബാങ്കിൽ ലോണിൻ്റെ കാര്യത്തിനായിട്ട് നടന്നു. ബിക്കോസ് എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ, ഹസ്ബൻഡ് എഡ്യൂക്കേഷൻ ലോൺ ഉള്ള കാരണം സിവിൽ സ്കോർ ടോട്ടലി ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ നിന്നും ലോൺ കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്ന് ഒരു ഉറപ്പും കിട്ടില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൈവിടേണ്ട, ഒരു ബാങ്ക് കൂടി ബാക്കിയുണ്ടല്ലോ, അതിനകത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് വിളിച്ചു. ചോദിച്ച ചെറിയ തുകയാണെങ്കിൽ ഞങ്ങൾക്കതിന് ഇരട്ടിയായിട്ട് ലോൺ അവർ പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് മൺഡേ ഞാനത് റിസീവ് ചെയ്തു. അതുപോലെ തന്നെ ജോലി കിട്ടി വിത്തിൻ 3 ഡേയ്സിൻ്റെ ഉള്ളിൽ. IELTS ഇല്ലാണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ MSW ആണ് ഇവിടെ ചെയ്തത്. ഞാൻ MSc സൈക്കോളജിയാണ് UK ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. എനിക്ക് വിത്തിൻ ഓഫർ ലെറ്റർ കിട്ടി. വിത്തിൻ 3 ഡേയ്സിൻ്റെ ഉള്ളിൽ IELTS ഇല്ലാണ്ട് എനിക്ക് UK യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് അതാണ് ഞാൻ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ ജോലിയുടെ പ്രൊസീഡ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് 8 ഇയർ 7 to 8 ഇയറിലുണ്ട് നിയർലി എനിക്ക് PCOD ഉണ്ടായിരുന്നു. PCOD എന്ന് പറയുമ്പോൾ പീരിയഡ്സ് ഇറഗുലർ ആയിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലം തൂത്ത് അടിവയറ്റിൽ മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പോയി 13 ഡേയ്സിൻ്റെ ഉള്ളിൽ. അന്ന് ഞാൻ 5:30 ഞാൻ പ്രെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സിംറ്റംസും ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ മെഡിക്കൽ ഫീൽഡിലായിരുന്നു. എനിക്ക് അറിയാം എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയുന്ന കാരണം എനിക്ക് ഒരു സിംറ്റംസ് ഇല്ല. സഡൻലി എനിക്ക് ഒരു പീരിയഡ്സിൻ്റെ എല്ലാ സിംറ്റംസും വന്നു. അന്ന് സെയിം ഡേ പീരിയഡ്സ് ആയി. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് റെഗുലറായിട്ട് നടന്നുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പരിശുദ്ധാത്മാവിൽ എൻ്റെ വരത്താൽ എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ബിക്കോസ് ഞാൻ ഒത്തിരി അഗ്രസീവ് ഒരു പെണ്ണായിരുന്നു. ഒത്തിരി ഷോർട്ട് ടെമ്പർ ആയിരുന്നു. എനിക്ക് അരിശം വന്നിട്ടുണ്ട്, ഞാൻ എന്താ പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കില്ല. അപ്പോൾ സംടൈം ഞാൻ വിചാരിക്കും ഞാൻ എഡ്യൂക്കേറ്റഡ് ആണെന്ന്. അത്രയ്ക്ക് ഞാൻ തരം താണ്ട രീതിയിൽ ഞാൻ സംസാരിക്കുമായിരുന്നു. പക്ഷെ മാതാവിൻ്റെ സഹായത്താൽ അതിനകത്ത് നീ എല്ലാം മാറ്റിയെടുത്തു. റീസെൻ്റ്ലി ഹസ്ബൻഡ് പറഞ്ഞു, നിൻ്റെ സ്വഭാവത്തിൽ നീ ടോട്ടലി മാറിയിട്ടുണ്ട്, നീ ഫസ്റ്റത്തെ മേരിയെ അല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ നേരത്താണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഈ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യാൻ നേരത്ത് പ്രൊട്ടസ്റ്റൻസ് ഒത്തിരി ഉള്ള കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ പോയി പത്രം കൊടുക്കാൻ നേരത്ത് അവർ പറയുമായിരുന്നു, ഇത് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതല്ലേ എന്ന്. സോ ഞാൻ പറയുക, അപ്പം ഞങ്ങൾ ഒത്തിരി ഓരോരുത്തരും വേണ്ടെന്ന് നെഗ്ലക്റ്റ് ചെയ്യുന്നു, ഓരോരുത്തരും മേടിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഇട്ട് കളയുന്നു. അപ്പം ഞാനത് എടുത്തുകൊണ്ട് വരുന്നു. വീണ്ടും ചില സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൊടുത്തപ്പം ഒരു ദിവസം ഞാൻ വേസ്റ്റ് കളയാൻ പോയപ്പോൾ വേസ്റ്റ് ബോക്സിലുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് വേസ്റ്റ് ബോക്സിൽ നിന്ന് ഞാൻ ആ പേപ്പർ എടുത്തിട്ട് വന്നു. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തനം ചെയ്യാനായിട്ടാണെങ്കിലും എനിക്ക് വേറൊരു ഓപ്ഷൻ കിട്ടാത്ത കാരണം ഞാൻ റോഡിൻ്റെ അരികിലുള്ളവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, അവിടെ ഫ്രീ ട്യൂഷൻ എടുക്കുമായിരുന്നു. ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ തൈലം കൊണ്ടാണെങ്കിലും ഞാൻ ഒത്തിരി സാഹചര്യത്തിലാണെങ്കിലും ഞാൻ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്ത് ബോഡി പെയിൻ ആണ്, നീൽ പെയിൻ ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ നേരത്തും ഞാൻ എൻ്റെ നീലിൽ ഞാൻ ഉടമ്പടി തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സംടൈം ശ്വാസം മുട്ടലൊക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ വെതറിനനുസരിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ബോഡിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഹസ്ബൻഡിനോട് നെക്സ്റ്റ് ഡേ ചോദിക്കാൻ നേരത്ത് എല്ലാം ഹീലായെന്ന്
പറയുമായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര ഒരു നല്ലൊരു സ്ഥലത്ത് ഞാൻ വന്ന് പ്രാർത്ഥിക്കാനൊരു കൃപ തന്നേനെ. ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ എൻ്റെ പേരൻസ് വഴക്ക് പറഞ്ഞു, നീ ആരോട് ചോദിച്ചിട്ടാണ് നീ അങ്ങോട്ട് അത്ര ദൂരെ പോയെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അവർ അറിഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അവർ ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പം അവർ വിശ്വസിക്കാൻ തുടങ്ങി. ബിക്കോസ് കർണാടകത്ത് ഈ കൃപാസനത്തിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഞാൻ മാതാവിനോട് പറയാമെന്നു, എൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എത്ര ആൾക്കാർക്ക് അവർ മാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ്. എന്നെ ഒരു സ്ഥിര സാക്ഷിയാക്കി തീർക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദിവ്യ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞു.